നമസ്കാരം, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു പെറ്റിന്റെ സ്ഥലത്താണ് വന്നിരിക്കുന്നത്, അതായത് ഓംകാർ പെറ്റ് ലൈഫ്. ഇവിടെ നമുക്ക് ബോർഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൂമിംഗ് ഉണ്ട്, പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ജർമ്മൻ ഷെപ്പേർഡിന്റെയും ഹസ്കിയുടെയും ലാബിന്റെ ഒക്കെ പപ്പീസിനെ മേടിക്കാനായിട്ട് പറ്റും. അപ്പം ഓംകാർ പെറ്റ് ലൈഫിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരുടെ ഓണറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഓംകാർ പെറ്റ് ലൈഫിന്റെ ഓണറിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ചേട്ടന്റെ പേര് ജസ്റ്റ് ഒന്ന് വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്കോ? എന്റെ പേര് ശിവകുമാർ എന്നാണ്. ഞാൻ മാത്രമല്ല ബിസിനസിന്റെ ഓണർ. ഞാൻ പാർട്ണർഷിപ്പിലാണ്. ഞാനും ഉണ്ട്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രശാന്ത്. ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഓംകാർ പെറ്റ് ലൈഫ് ചെയ്യുന്നത്. അതിന് മുൻപ് ഞങ്ങൾക്ക് ഓംകാർ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്ലംബിംഗ് ആൻഡ് സാനിറ്ററിയുടെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് 2018-ലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഞങ്ങളുടെ ഒരു പാഷനാണ് ഡോഗ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഉള്ളത് എന്താ, ഞങ്ങൾ ആ ഒരു ഫീൽഡിന്റെ പാഷൻ കാരണം, മറ്റൊരു ബിസിനസ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ അതിനോടൊപ്പം ആ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പാഷനായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്രയും വെൽ അല്ലെങ്കിൽ അത്രയും നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ഡോഗ്സിനെ കീപ്പ് ചെയ്യാനായിട്ടാണ് ചെയ്തത്. ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്യുമായിരുന്നു. ഇന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള നീറ്റ്നെസ്സിലുള്ള അല്ലെങ്കിൽ ഒരു എന്ത് ഫെസിലിറ്റി, ഒരു ഡോഗ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പൊ അതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാത്തൊന്നുമില്ല. ഇപ്പൊ മീൻസ് ബോർഡിംഗ് ഉൾപ്പെടെ, അല്ലെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ബോർഡിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രൂമിങ്, ട്രെയിനിങ്, എവറിത്തിങ് നമുക്ക് അതുപോലെ പപ്പീസ് ഇവിടെ അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം ഹൈ ക്വാളിറ്റിയിലാണ്. നമുക്കത് പുറകെ കാണാം. അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓൾ ഇൻ വൺ ആണ് നമ്മളെ ഈ ഒരു ഓംകാർ പെറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ആദ്യമേ പറഞ്ഞല്ലോ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ജസ്റ്റ് അതിൽ നിന്നൊരു റിലാക്സ്മെന്റും ഒക്കെ ഒരു എൻജോയ്മെന്റും പാഷനും പോലെയാണ് ഡോഗിലേക്ക് വന്നത്. അപ്പൊ ആദ്യമേ വളർത്തിയത് ഏത് ഡോഗിനെയായിരുന്നു? ഹസ്കി ഞങ്ങളുടെ മെയിൻ ഹസ്കിയിലാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോ ഷെപ്പേർഡ് ഉണ്ട്, ദെൻ റോട്ടുണ്ട്. റോട്ട് ഇപ്പൊ ബാൻ ചെയ്യുന്നൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഒരു ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഒരിക്കലും റോട്ട് എല്ലാ ഡോഗ്സും അഗ്രസീവ് ആണോ ചോദിച്ചാൽ അഗ്രസീവ് ആണ്. അത് നമ്മൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്നത് ആ ഒരു ഓണറിന്റെ കയ്യിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗിന്റെ അഗ്രസീവ്നെസ്സിലുപരി ആ ഒരു വളർത്തുന്ന അല്ലെങ്കിൽ ഓണർ ട്രെയിൻ ചെയ്യുന്ന ആള് കൃത്യമായിട്ടാണെങ്കിൽ ഡോഗ്സ് ഒരിക്കലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. അഗ്രസീവ് ഡോഗ് എന്ന് പറയുന്നത് തന്നെ ബാഡ് ഓണർ ആയതുകൊണ്ട് തീർച്ചയായും അത് ഉറപ്പായിട്ടും 100%. കാരണം ഇപ്പൊ നമ്മളുടെ ഒരു റോട്ട് ഉണ്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അഗ്രസീവ് ആവണ്ടേ. അപ്പൊ അതിനൊരു പ്രോബ്ലം കാര്യങ്ങളും ഇല്ല. നല്ല ക്യൂട്ടാണ്, അല്ലെങ്കിൽ എല്ലാവരോടും ഫ്രണ്ട്ലി ആണ്, പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ എത്രയോ സ്റ്റാഫ് ബാക്കിയുള്ള സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുമായിട്ടെല്ലാം മിങ്കിൾഡ് ആണത്. അതൊരു ഇഷ്യൂസും കാര്യങ്ങളും അത് നമ്മുടെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. കൂടാതെ നമ്മളിൽ ലാബും ഉണ്ട്. ഇപ്പൊ ഹസ്കിയിലോട്ട് ആയത് എന്താ? ഇപ്പൊ താല്പര്യം ഹസ്കിയിൽ തോന്നിയത് എന്താ? ആദ്യം ഒരു ക്യൂട്ട് അല്ലേ, ക്യൂട്ട്. പിന്നെ അതുപോലെ എല്ലാവരും അത് വളർത്താനായിട്ടൊരു താല്പര്യം. കാരണം ഈ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ അറ്റ്മോസ്ഫിയറിൽ അത് വളരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്കി വളരണമെങ്കിൽ AC വേണം, ഫുൾ ടൈം AC ആയിരിക്കണം. അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ അത് വളരും എന്നുള്ളതിന്റെ പ്രൂവ് ആണ്. നമുക്കിവിടെ 5 ഹസ്കീസ് ഉണ്ട്. ഇപ്പൊ ആദ്യം മേടിച്ച ആൾ ഇപ്പൊ കൂടെ ഉണ്ടോ? ഉണ്ട്. ആദ്യം മേടിച്ച ആളുടെ പേരെന്താ? അത് നമ്മൾ ഇട്ടിരിക്കുന്നത് നോവ എന്നാണ്. ഒഫീഷ്യൽ നെയിം, പേപ്പർ നെയിം വേറെയാണ്. നമ്മളത് ക്യൂട്ടായിട്ട് എടുക്കും. നമ്മുടെ പെറ്റ് നെയിം ഇട്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും നമ്മൾ പെറ്റ് നെയിം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉള്ളത് സ്റ്റാൻഡേർഡ് ആണ്, ഊളിക്കോട്ട് ഹസ്കീസ് ആണോ ഉള്ളത്? സ്റ്റാൻഡേർഡ് സൈബീരിയൻ ആണ്. സ്റ്റാൻഡേർഡ് സൈബീരിയൻ ഹസ്കീസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ വീഡിയോയിൽ നമ്മൾ ഹസ്കി കുട്ടന്മാരെ കാണാം. ഓക്കെ, നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ഹസ്കി കുട്ടന്മാരാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അല്ലേ? ഇവന്റെ പേരെന്താ വരുന്നത്? ഇത് നമ്മുടെ ഇവിടെ പെറ്റ് നെയിം ആയിട്ട് വിളിക്കുന്നത് രാജ എന്നാണ്. ബട്ട് അവന്റെ യഥാർത്ഥ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് പോളാർ നൈറ്റ് റോക്ക് ആൻഡ് റോൾ എന്നാണ്. അത് പോളാർ നൈറ്റ് ആണ് ലൈനേജ്, ഫുള്ള് പോളാർ നൈറ്റ് ലൈനേജ് ആണ്. റഷ്യൻ ഇമ്പോർട്ട് ആണ്, ഡയറക്റ്റ് റഷ്യൻ ഇമ്പോർട്ട് ആയിട്ടുള്ള ബ്രീഡാണ്. അത്രയും ഹെവി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡോഗാണ്. നമ്മൾ ഇതിനകത്ത്
ഇതിൽ മേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. മേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി ആയിട്ടുള്ള മേറ്റിംഗ്സ് ആവശ്യമുള്ളവർക്ക് നമ്മൾ മേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഡോഗ്സ് ആണ്. ഇവന്റെ അത്രയും ആ ഒരു ക്വാളിറ്റി വരുന്ന ഫീമെയിൽസിനല്ലേ നമ്മൾ മേറ്റ് ചെയ്തോളൂ? തീർച്ചയായും. ബ്ലഡ് ലൈൻസ് വരുന്ന ഫുള്ള് പോളർനൈറ്റ് ആണ്. പോളർനൈറ്റ് ബ്ലഡ് ലൈൻ ആണ്. അത് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്ലഡ് ലൈൻ ആണ്. ചാമ്പ്യൻ ആണ്. ഇപ്പൊ ഇവനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ആള് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സൈസും നല്ല ഹെയറും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടാണ് കാണാൻ. രാജ ഓക്കെ. പിന്നെ ഇയാളുടെ പേരെന്താ? ഇത് നമ്മുടെ കേസി. അപ്പൊ ഇവന്റെ ഒഫീഷ്യൽ നെയിം കേസി എന്നാണ്. ബട്ട് ഇത് നമ്മുടെ ഡോഗ് അല്ല, നമ്മുടെ ഓംകാർ പെറ്റ് ലൈഫിന്റെ രജിസ്ട്രേഷനിൽ വരുന്ന ഡോഗ് അല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത് കുറച്ചു കാലമായിട്ട്. കാരണം ഇവൻ ബോർഡിങ്ങിൽ വന്നാണെങ്കിൽ ഇവന്റെ ലെഗിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓണറിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തേക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഫ്രണ്ട് ലെഫ്റ്റ് ലെഗിന് ഒരു ചെറിയ ഒടിവ് സംഭവിച്ചു. അത് അവര് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ അത് ഒരു ചെറിയൊരു നടക്കുന്നതിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിനൊരു ക്ലിയർ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ വന്നിട്ട് ഏകദേശം ഒരു 2-3 മാസത്തോളം ആകാൻ പോകുന്നു. ബട്ട് ഇപ്പം അത്യാവശ്യം ഓടി തുടങ്ങുന്നുണ്ട്, ലീഷിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാരണം സ്വിമ്മിങ്ങിനൊക്കെ വിട്ടിട്ട് ആളെ സ്വിമ്മിങ്ങിന് പ്രത്യേകം സ്ഥലങ്ങളുണ്ട്. അപ്പൊ സ്വിമ്മിങ്ങിന് വിടുന്നുണ്ട്, വാക്കിങ്ങിന് മോർണിംഗും ഈവനിങ്ങും കൃത്യമായിട്ട് വാക്കിങ്ങും റണ്ണിങ്ങും നടത്തിയിട്ട് ഇപ്പൊ അതിലേക്ക് ക്ലിയർ ആയി കയറി വരുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ഇത് ആക്സിഡന്റ് എന്താ സംഭവിച്ചതാ? എങ്ങനെ? അതൊരു മതിലിൽ നിന്ന് ചാടിയിട്ട് മതിലിൽ കയറിയിട്ട് മതിലിൽ നിന്ന് ചാടിയപ്പോ പ്രശ്നം പറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊരു ഹെവി ഇഷ്യൂ തന്നെയായിരുന്നു. പക്ഷെ ആള് ഭയങ്കര സ്മാർട്ടാണ്. അപ്പം അതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ സോൾവ് ആയി വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഡോഗ് ആണ് ഇപ്പൊ നമ്മുടെ ഡോഗ് ആയി മാറി. അതെ, തീർച്ചയായും. ഇവിടെ വരുന്നവരെല്ലാം നമ്മൾ ആ ഒരു രീതിയിലാണ് നോക്കുന്നത്. അതെ, നമ്മൾ കാരണം ഒരു കെനൽസ് നമ്മൾ ആ ഒരു സെറ്റപ്പ് ചെയ്തെങ്കിലും നമ്മളിവിടെ ഹോസ്റ്റൽസിന് പ്രത്യേകം, നമ്മുടെ ഡോഗ്സിന് പ്രത്യേകം എന്നൊരു രീതിയിൽ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. നമ്മുടെ ഓരോ ഗേജസും ഒരു കാണാൻ പറയാലോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗേജസ് ആണ്. അപ്പൊ ആ ഓരോ ഗേജസും ഇൻക്ലൂഡിങ് നമുക്ക് ഹോസ്റ്റൽ ഡോഗ്സിനും നമ്മുടെ ഡോഗ്സിനും എല്ലാം സെയിം ആണ്. സെയിം ഫെസിലിറ്റി ആണ്, സെയിം ഫുഡാണ്, സെയിം ട്രെയിനിങ് ആണ്, നമ്മളെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് നേരിട്ട് അറിയാവുന്ന അത്രയും നല്ല ഹോസ്റ്റൽസ് ആണ് നമ്മൾ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായും നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളത്. ആർക്ക് വേണം നമ്മൾ വിളിക്കുന്ന ഓണേഴ്സിനോട്, ഹോസ്റ്റൽസിന് വിളിക്കുന്ന ഓണേഴ്സിനോട് നമ്മൾ ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ, നമുക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. കാരണം നമ്മുടെ വണ്ടിയുണ്ട്, AC വെഹിക്കിൾ തന്നെ ഉണ്ട്, പോയി പിക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മുടെ റിക്വസ്റ്റ് ചെയ്യുന്ന 1 ടൈം വന്നൊന്ന് കാണുക. നമ്മുടെ കെനൽ കണ്ടതിന് ശേഷം അവർക്ക് മനസ്സിലാവും. അതെ, കാരണം അത് മനസ്സിലാകണമല്ലോ. കാരണം നമ്മള് ഈ ചെറിയ കമ്പിയിലുള്ള കൂടുതൽ അടിച്ചു കൂട്ടിയിട്ട് അതിനകത്തേക്ക് അട്ടിയിട്ട് അടുക്കി വെക്കുന്ന ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നില്ല. ഫുൾ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കവറേജ് വരുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഓരോ കെനൽസും അത് ഏത് സമയത്ത് വേണോ ആർക്ക് വേണോ വരാം. ഇവിടെ 24 hours ആളുണ്ടാവും. കാരണം ഇതിനോടൊപ്പം തന്നെയാണ് അതിന്റെ മുകളിലുള്ള വീടും കാര്യങ്ങളും ഒരു താമസിക്കുന്ന നോക്കുന്നവരെല്ലാം ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഓൺ ഫുഡാണ്, നമ്മുടെ പ്രിപ്പറേഷനിലുള്ള ഫുഡാണ്. അതും നമുക്ക് ഫുഡിനുള്ള എന്തൊക്കെ സാധനം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ്ങിന് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അതേ രീതിയിൽ, അതേ നീറ്റ്നെസ്സിൽ, അതേ ചിക്കൻസ്, അതേ വെജിറ്റബിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ദിവസമല്ല, 365 ദിവസവും നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് എന്നും നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ നിൽക്കുന്ന ഒരു ഡോഗ്സിന് യാതൊരുവിധ അസുഖങ്ങളോ സ്കിൻ ഡിസീസസോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യമില്ല. കാരണം ആ രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു കൊതുക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ വൈകിട്ട് അതിനുള്ള സ്മോക്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു ആസ് എ നോട്ട് എ ബിസിനസ്, പാഷനായിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ ആ ഒരു പാഷൻ നമ്മൾക്കുള്ളിടത്ത് പാഷൻ വിട്ടുപോകില്ലല്ലോ. അപ്പൊ അതുകൊണ്ടുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് കൊണ്ടുവന്ന ഡോഗാന്ന് പറഞ്ഞല്ലോ, നോവ. അതെ. മറ്റേ ആളുടെ പേരെന്താ? നിയോ എന്നാണ് നമ്മളെ പെറ്റ് നെയിം വിളിക്കുന്നത്. സെയിം ലൈനേജ് തന്നെയാണ്, ഇതേ ഡോഗ്സിന്റെ അതേ സെയിം ലൈനേജ് തന്നെയാണ് ഇവൾക്കും ഉള്ളത്. ഇവർ രണ്ടും നമ്മുടെ ആദ്യത്തിൽ 1-2 വന്നിട്ടുള്ള ഡോഗ്സ് ആണ്. ഫസ്റ്റ് ഇവൾ വന്നു, രണ്ടാമത് ഇവർ വന്നു. അങ്ങനെയുള്ള ഒരു ലൈനേജിൽ വന്നിട്ടുള്ള ഡോഗ് നമുക്കിവിടെ ആദ്യം വന്നിട്ടുള്ള ഡോഗ്സ് ആണ്. നമ്മൾ കാരണം മെയിൻലി ഫസ്റ്റ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ഹസ്കിയിലാണ്. ഹസ്കിയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ഹസ്കീസിന്റെ എണ്ണം നമുക്കിപ്പം കൂടുതലാണ്. ലിറ്റർ പപ്പീസ് കൂടുതൽ വരുന്നത് നമുക്ക് ഹസ്കീസ് കിട്ടും. സെയിം അതുപോലെ ഇപ്പൊ നമ്മൾ ഷെപ്പേർഡിൽ കോൺസെൻട്രേറ്റ് തുടങ്ങി. ഇനി അടുത്ത ഷെപ്പേർഡ്സിന്റെ ഡോഗ്സിനെ കാണാം. ഷെപ്പേർഡിന്റെ ഡോഗ്സിന് ഇപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ലൈൻസ് എങ്ങനെയാ വരുന്നത്? ഇവർ രണ്ടുപേരും ഇമ്പോർട്ടഡ് ചാമ്പ്യൻസിന്റെ പപ്പീസ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ നോവേനെ 1 വയസ്സ് ആവാറായപ്പോഴാണ് കൊണ്ടുവന്നു പറഞ്ഞല്ലോ. മറ്റേ എങ്ങനെയായിരുന്നു? ഓൾമോസ്റ്റ് അതേ സെയിം ഏജ് തന്നെയാണ്. ആ സെയിം ഏജിൽ തന്നെ കൊണ്ടുവന്നത്.
പിന്നെ ഈ ഹസ്കീസ് ഇപ്പൊ ഈ 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മളുമായിട്ട് ഇണങ്ങാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും. ഇപ്പൊ ഇവര് നമ്മളായിട്ട് വളരെ ക്യൂട്ട് അല്ലേ, കമ്പനിയല്ലേ, ഇവര് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമുക്ക് പപ്പീസിൽ തന്നെ കിട്ടണം അങ്ങനെയൊന്നുമില്ല. അഡൾട്ട് ആയിട്ട് കിട്ടിയാലും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നനുസരിച്ചിരിക്കും. ഇപ്പൊ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ, എത്ര ടൈമാ ഫീഡ് ചെയ്യുന്നത്? ഫുഡ് നമുക്ക് 1 വയസ്സ് കഴിഞ്ഞ കാരണത്താൽ നമ്മൾ 2 ടൈമാണ് ഇപ്പൊ ഫീഡ് ചെയ്യുന്നത്. മോർണിംഗിലും ഉണ്ട്, ഈവനിങ്ങും കൊടുക്കുന്നുണ്ട്. മോർണിംഗിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കൊടുക്കുന്നത്. അതിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കും. അത് ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സേ കൊടുക്കുള്ളൂ. ഈവനിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന മീൽസ് ആണ്, ചോറ്, വെജിറ്റബിൾസ്, ചിക്കൻ. പിന്നെ എല്ലാ സപ്ലിമെന്റ്സ്, തൈര് കൊടുക്കുന്നുണ്ട്. വേറെ അല്ലാതെ തണ്ണിമത്തനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചൂട് സമയത്ത് തണ്ണിമത്തനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ല, വെജിറ്റബിൾസ് ആണ് നമ്മുടെ ഇതിനകത്ത് ഫുഡിൽ മീൽസിൽ കൂടുതൽ ആഡ് ചെയ്യുന്നത്. കാരണം അത് എപ്പോഴും ഡോഗ്സിന് നല്ലത് വെജിറ്റബിൾസ് ആണ്. കൂടാതെ ചിക്കനും അതേ ക്വാണ്ടിറ്റിയിൽ ചിക്കനും കൊടുക്കുന്നുണ്ട്, ചോറിനോടൊപ്പമാണ് കൊടുക്കുന്നത്. അതെല്ലാം ഫുഡ് ഭയങ്കര ഓക്കെ ആണല്ലോ. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രൂമിംഗിന്റെ ഏരിയ അല്ലേ? ഗ്രൂമിംഗ് സെക്ഷൻ ഇതാണ്. ഇവിടെ നമ്മൾ കോമ്പിങ് ചെയ്യുന്നതും അടുത്ത് ബാത്ത് ചെയ്യിപ്പിക്കുന്നത്. ഇത് നമ്മൾ സ്വിമ്മിംഗ് പൂളിന്റെ ഒരു സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മിക്സർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്മുടെ ആ ക്ലൈമറ്റ് നമ്മളത് ചേഞ്ച് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ രണ്ടിനും നമ്മൾ അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാത്തിങ് കഴിഞ്ഞിട്ടുള്ള ഡ്രൈ ചെയ്യാനുള്ള ബ്ലോവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാ ഫെസിലിറ്റീസും ഈവൻ നെയിൽ കട്ടിങ് മുതൽ ഹെയർ കട്ടിങ് മുതൽ ഉള്ള എല്ലാ ഫൈനൽ ഗ്രൂമിംഗ് വരെയുള്ള എല്ലാ സംഭവങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കൂടാതെ നമുക്ക് ഏത് സമയത്തും വ്യൂ ചെയ്യുന്നതിനുള്ള CCTV ഫുൾ സർവൈലൻസ് ക്യാമറ ഇൻക്ലൂഡിംഗ് ഗേജസിൽ നമ്മൾ CCTVയിൽ 24 hours എന്റെ വിഷ്വൽസ് നമ്മുടെ ഓഫീസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും മൊബൈലിലും അത് 24 hours വ്യൂ ആണ്, ആക്സസിബിളാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിലും ഫുള്ള് ഞങ്ങൾ എല്ലാവരും ഉള്ളതിന്റെ അതേ സപ്പോർട്ട്സിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനകത്ത് വീഴുന്നത് കാരണം നമ്മളിതൊരു ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഒരു ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടിട്ട് കുറെ ഡോഗ്സിനെ വാങ്ങിച്ചിടുക, വളർത്തുക, എങ്ങനെയെങ്കിലും വളർത്തിയിട്ടിട്ട് ഫുഡ് കൊടുത്തിട്ട് സെയിലാക്കി കാശുണ്ടാക്കുക എന്നൊരു ചിന്തയെ നമുക്കില്ല. കാരണം ഇതിൽ നിന്നുള്ള ഒരു വരുമാനത്തിലുപരി നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നുള്ള ഒരു പാഷൻ കാര്യങ്ങൾ, അതിനെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അതിന്റെ ഒരു പാഷന്റെ പുറത്താണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനകത്തേക്ക് വേറെ രീതിയിൽ ഒരു ബാർഗൈനിങ് പോലും ആരോടും നമ്മൾ സംസാരിക്കാറില്ല. പപ്പീസിനെ കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ലൈനേജ് പറയും. അത്രയും ലൈനേജ് ആണ്, ഗുഡ് ക്വാളിറ്റി പപ്പീസ് ആണ്, വിത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അങ്ങനെ അത് ഓക്കെ ആവുന്നവർക്ക് അറിയാം അതിന്റെ ആ ഒരു എത്ര വരും എന്നുള്ളത്. അതിന് അവർ തന്നെ റേറ്റ് പറയുന്നുണ്ട്. നമുക്കൊരു റേറ്റ് ഫിക്സ്ഡ് ആണ്. അപ്പൊ അതിനകത്തേക്ക് അവർ എടുത്ത് പോകുന്നുണ്ട്. കാരണം എടുത്തു പോയ കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. വീണ്ടും ഇപ്പം രണ്ടാമത് വന്ന ലിറ്ററിന്റെ പപ്പീസും അവരുടെ ഫ്രണ്ട്സിനാണ് സജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ട് വന്നിട്ട് നമ്മുടെ അങ്ങനെ സജസ്റ്റ് ചെയ്ത് പപ്പീസ് ഇപ്പൊ നമ്മുടെ ഹസ്കീസിന്റെ ലിറ്റർ കഴിഞ്ഞിട്ട് 1.5 മാസം 45 ദിവസം ആവുന്നതിന് മുന്നേ തന്നെ പപ്പീസ് എല്ലാം സോൾഡ് ആയി. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഹസ്കീസിന്റെ പപ്പീസിനെ കാണിക്കാനായിട്ട് ഇല്ല. കാരണം ഇതെല്ലാം സർട്ടിഫൈഡ് ആണ്. എങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് എങ്ങനെ വരും? അറൗണ്ട് അതാ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബ്രീഡിനനുസരിച്ച് ഏകദേശം അറൗണ്ട് ഒരു 35-30 ആ റേഞ്ചിൽ വരും. പിന്നെ 50 ഉള്ളതുകൊണ്ട് ലൈൻസ് അനുസരിച്ച് മാറും. ഫീമെയിൽസിന്റെ മെയിൽസിന്റെ ലൈൻസ് അനുസരിച്ച് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ആക്ച്വലി നമ്മളൊരു ഈ കാണുന്ന ഗ്രൗണ്ട് നമ്മുടെ ഡോഗ്സിന്റെ പ്ലേ ഗ്രൗണ്ട് ആണ്. അതായത് മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മൾ ഇവിടെയാണ് ഇതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനുള്ള റിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അത് ഇടയ്ക്ക് മാറ്റിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് ഓൾറെഡി ഇപ്പോൾ ഉള്ള പ്ലെയിൻ ഗ്രൗണ്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ നമ്മൾ റിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യും. ഇവിടെയാണ് നമ്മൾ ട്രെയിനിങ്സ് കാര്യങ്ങൾ കൊടുക്കുക. ഇത് അത്യാവശ്യം വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. ദെൻ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മുടെ ആ ഒരു ലെങ്തിൽ കാണുന്നില്ലേ, ആ ഒരു ഏരിയയാണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. അവിടെയാണ് നമ്മുടെ നോർമൽ ഡോഗ്സിന്റെ ആ കാണുന്ന ഓരോ ഡോർസും. ഇത് മെയിൻ എൻട്രൻസ് അല്ല, എൻട്രൻസ് അതിന്റെ അപ്പുറത്തെ സൈഡാണ്. മെയിൻ എൻട്രൻസ് അപ്പുറത്തെ സൈഡാണ്. നമുക്കത് അങ്ങോട്ട് പോയി കാണാം. ഇത് നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ആയിട്ട് ഇതിപ്പോൾ നോർമൽ ഡോഗ്സ് എല്ലാം നമ്മൾ അവിടെയാണ് അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ദെൻ അത് നമ്മൾ മേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മാറ്റുന്നതാണ് ഈ സൈഡിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. ഇവിടെ നമുക്ക് അതിനുള്ള താഴെ കാണുന്നതെല്ലാം അതിനുള്ള ഗേജസ് ആണ്. ഇത് നമുക്ക് AC ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനുള്ള ഇൻക്ലൂഡിങ് ഗേജസിനകത്ത് സിംഗിൾ ക്യാമറാസ് വെച്ചിട്ട് നമുക്ക് ഫുൾ ടൈം നമുക്ക് അതിനെ വ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് മേറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മാറും. കൂടാതെ അതിന്റെ മുകളിൽ കാണുന്ന പോർഷൻ നമ്മുടെ ഇത് നോക്കുന്ന കെയർടേക്കേഴ്സ് നിൽക്കുന്ന സ്ഥലമാണ്. അതായത് 24 hours അവരുണ്ടാവും, ഇൻക്ലൂഡിങ് സൺഡേസ്, നൈറ്റ്സ്. എപ്പോഴായാലും അവിടെ 2 പേര് അതുണ്ടാവും. അവർക്ക് അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റിയാണ് അതിനകത്ത് കിച്ചൺ ഉണ്ട്, ബാത്റൂം ഉണ്ട്, അതിനകത്ത് അവർക്ക് കിടക്കാനുള്ള ബെഡ് കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റിയും അതിലുണ്ട്. അപ്പം ഫുൾ ടൈം ഡോഗ്സിനോടൊപ്പം തന്നെ നമ്മുടെ ആൾക്കാരുണ്ടാവും. അവരാരും ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിനകത്ത് ഉണ്ടാവും. ലാസ്റ്റ് കാണുന്ന ആ ഒരു വലിയ റൂം അതാണ് നമ്മുടെ ബ്രീഡിങ് എടുക്കുന്ന റൂമാണ്. അത് കാരണം ഇവിടെ മാറ്റിംഗ് കഴിഞ്ഞിട്ട് അറൗണ്ട് അതിന്റെ ഡെലിവറി ടൈമിനോട് അടുത്ത് ലിറ്ററിന്റെ ടൈം അടുപ്പിച്ചാകുമ്പോൾ
നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, മാറ്റും. ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ ഗേജ് ഉണ്ട്, അതിനകത്ത് ഒരു വലിയൊരു വാസ്റ്റ് റൂമാണ്, നമ്മുടെ ഒരു ബെഡ്റൂമിനെക്കാളും വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അത് വരുന്നത്. ഇത് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ കാണിച്ച ഗ്രൂമിംഗ് സെക്ഷൻ എല്ലാം, ബാത്തിങ്ങും ഗ്രൂമിംഗ് സെക്ഷൻ ഇവിടെ തന്നെയാണ്. പോട്ടി ട്രെയിനിങ് കൊടുക്കാനുള്ള സ്ഥലം വരെ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഡോഗ്സും നമുക്ക് ഗേജസിനകത്തൊന്നും പോട്ടീസ് പോകാത്ത രീതിയിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ആ ഒരു രീതിയിൽ, ഈവൻ ഇൻക്ലൂഡിങ് എന്ത് ട്രെയിനിങ് ആണെങ്കിലും നമുക്ക് ഇവിടെ ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത്. നേരത്തെ ആക്സിഡന്റ് പറ്റിയ ആ ഡോഗിനെ വരെ ഇവിടെ അതെ അത് വളരെയധികം നമുക്ക്, കാരണം അതിന്റെ ഓണറിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം നടക്കുന്നതിന്റെ രീതി കാര്യങ്ങൾ മാറി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം വളരെ നന്നായിട്ട് തന്നെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് നമുക്ക്. ശരിക്കും ഡോഗ്സിന് ഇവിടെ ഒരു VIP ട്രീറ്റ്മെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ VIP ആയിട്ടാണ് കെയർ ചെയ്യുന്നത് അല്ലെ? അതിന് ബാക്കിയുള്ളവർ പറയേണ്ട കാര്യമാണ്. അല്ല, എനിക്കിപ്പോ പേഴ്സണലി ഇവിടെ വന്നപ്പോ അങ്ങനെയാണ് തോന്നിയത്. അല്ല, നമ്മൾ വന്ന് കണ്ട കസ്റ്റമേഴ്സും, നമ്മളിന്ന് പപ്പീസ് എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ബോർഡിങ്ങിൽ നിർത്തിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും നമുക്ക് ധൈര്യത്തോടെ അവർ വീണ്ടും നമ്മളോട് ചോദിക്കുന്നത് നമുക്കൊരു ബുക്കിംഗ് ഇട്ടേക്കണം, ഇന്ന ദിവസം വരുന്നു എന്നുള്ളതാണ്. അവർ വേറൊരു സ്ഥലത്തെക്കുറിച്ച് എൻക്വയറി പോലും ചെയ്യുന്നില്ല. കാരണം അത്രയും നീറ്റായിട്ടാണ് ഡോഗ്സ് എന്ത് ചെയ്യുന്നത്, ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്, നീറ്റായിട്ടാണ് വരുന്ന ഹോസ്റ്റൽ ഡോഗിനെ നമ്മൾ ബാത്ത് ചെയ്യിപ്പിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ചു വിടുന്നത് പോലും. അവർ തരുന്നതിനേക്കാളും അത്രയും നന്നായിട്ട് തന്നെ പോകും. ആ ഡോഗ്സിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം അത്രയും ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ട്, എല്ലാ ഡോഗുമായിട്ട് ഞങ്ങൾ മിങ്കിൾ ചെയ്യിപ്പിക്കും. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഹാപ്പിയാണ്, അവര് ഹാപ്പി, നമ്മളും ഹാപ്പിയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രീഡിംഗ്. ഇതാണ് നമ്മുടെ ലിറ്റർ റൂം, ഡെലിവറി റൂം, ബ്രീഡിംഗ് റൂം. ഇത് നമ്മുടെ ഒരു ഡെലിവറിക്കുള്ള ടൈം ആകുന്ന സമയത്തേക്ക് നമ്മൾ ഡോക്ടർ ഇങ്ങോട്ടേക്ക് മാറ്റും. കാരണം ഇത് കുറച്ചുകൂടി നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിവിടെ നമ്മളോട് ഒരാളോട് കിടക്കാനുള്ള ഒരു ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ കൂളർ വെച്ചിട്ടുണ്ട്, ഫാൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡോഗ്സിന്റെ പപ്പീസിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹീറ്റ് കിട്ടണം, പപ്പീസ് ഡെലിവറി ആയ ഒരു ടൈമിൽ കുറച്ച് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്തിട്ടുള്ള ഒരു രീതിയാണ്. വയർലെസ് ക്യാമറ വരെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ് നമ്മൾ അതിനകത്തേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും അത് വലിയൊരു റൂമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു, കാരണം നമുക്ക് ഇപ്പം ഡോഗ്സിനെ സെപ്പറേറ്റ് ആവാൻ മീൻസ് ഫീഡിങ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പീസിനെയും മദറിനെയും കുറച്ച് നേരം ഒന്ന് സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയൊരു ഗേജും കൂടെയൊക്കെ അതിനകത്ത് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എവിടെ എന്തൊരു ഫെസിലിറ്റി നമ്മൾ പല കെനൽസും കണ്ടിട്ട് ഒരിടവും ഇല്ലാത്ത ഫെസിലിറ്റീസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ്. കാരണം എല്ലാം ഫുള്ള് ഓടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് പോലും നമുക്കിവിടെ നിന്നിട്ട് ഒരു ചൂടും നമുക്ക് ഫീൽ ചെയ്യാത്തത്. പിന്നെ തൊട്ട് പുറകില് നെയ്യാർ റിവർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നെയ്യാറിന്റെ കരയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചു, ഇങ്ങനെ കുറെ എടുത്ത് ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ ഡോഗ്സിന് എന്തെങ്കിലും ഇൻസെക്ട്സോ കൊതുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുന്തിരിക്കോ വെച്ചിട്ട് എല്ലാ ദിവസവും പുകയ്ക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തിരിക്കുന്ന രീതിയാണ്. എല്ലാ സൈഡിലും ഇത് 2-3 എണ്ണം ഉണ്ട്, അവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. അപ്പൊ ഇത് വൈകിട്ട് സമയങ്ങളിൽ നമ്മളൊരു 6:30 ശേഷം ഇതൊന്ന് പുകച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ കൊതുകളോ ഒരു 2 മണിക്കൂർ നമ്മൾ ഇതങ്ങ് പുകയ്ക്കും. അപ്പം അത് നല്ല സ്മെല്ലും ആണ്, അതോടൊപ്പം തന്നെ നല്ല ഗുണം കിട്ടുന്നുണ്ട്. ഒന്നും വരില്ല, അത് ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫുൾ സെറ്റ് ഉണ്ട്. നമ്മൾ ഓരോ സമയത്ത് നമുക്ക് ഐഡിയ തോന്നിയിട്ട് ചെയ്യുന്നതാണ്. ഒരു ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവരുത് എന്നുള്ള രീതി, ഒരു രീതിയിലും അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് നമ്മൾ കാണുന്ന ഗോൾഡൻ റിട്രീവർ നമ്മുടെ ഗോൾഡൻ റിട്രീവർ ആണ്. പക്ഷെ ഇത് ഹോർസ് വന്നിരിക്കുന്നതാണ്, ബോഡി വന്നിരിക്കുന്നതാണ്. അത് 3 മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടുതൽ ഇവിടെ വരുന്നത് മന്ത്ലി ഉള്ളതാണ്. ഡെയിലി ഉള്ളതാണ് എടുക്കുന്നത്. 1 ദിവസത്തേക്കാണെങ്കിലും എടുക്കും, 2 ദിവസത്തേക്കാണെങ്കിലും എടുക്കും. പിക്കപ്പ് ഡ്രോപ്പ് കാര്യമുണ്ട്. എല്ലാവർക്കും സെയിം ഫെസിലിറ്റീസ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ കൂടുതലും നമുക്ക് വന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ. കാരണം വന്നതെല്ലാം ഇതിന്റെ ഫാമിലി എല്ലാം അവർ ഫാമിലി ഉള്ള ആൾക്കാർ വന്നിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്ത് നോക്കിയിട്ടൊക്കെ പോയിട്ട് അവർ ഇഷ്ടപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഇതിന്റെ ഗേജസ് ആണ്. മെയിൻ എൻട്രൻസ് ഇതാണ്. ഡോഗിനെ നമ്മൾ ഇതുവഴിയാണ് കയറ്റുന്നതും ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ട ഓരോ ഡോഗ്സിന് ഈ ഒരു അത് ഇവരുടെ ബാൽക്കണിയാണ്. ഇവരുടെ ബാൽക്കണിയാണ്. ഇവർക്ക് ഫുഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്തേക്ക് പുറത്തേക്ക്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ചെറിയൊരു ഡോർ ചെയ്തിരിക്കുന്നില്ല. ആ ഒരു ചെറിയ ഡോറ് ഡോഗ്സിന് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതൊരു മനുഷ്യന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറല്ല ചെയ്തിരിക്കുന്നത്. അതെ, ആ ഒരു പോർഷൻ ചെറിയ ഡോഗാണ്. അതെ, അതാണ് നമ്മൾ ആ ഗ്രില്ലായിട്ട് അവിടെ കണ്ടത്. ഡോക്ടറെല്ലാം ഇവിടെ നിന്ന് അവിടെ ഇറക്കി നിർത്തിയിട്ടാണ് ബാക്കി ചെയ്തത്. നമ്മുടെ റോഡ് വീലർ ഇപ്പൊ ബാൻ ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്ന നമ്മളെ പാവപ്പെട്ട റോഡ് വീലറിനെയാണ് നിങ്ങൾ കാണുന്നത്.
അവരൊന്നും ചെയ്യില്ല. അത് കാരണം ഒരു രീതിയിൽ ഇപ്പൊ നമ്മളല്ല നിന്ന് വന്ന ആൾക്കാർ നിങ്ങൾ കൈവച്ചാലും ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ടാണ്, അല്ലാതെ ബ്രീഡർ കഴിക്കുന്നതല്ല. നമ്മള് ഇപ്പം ഹസ്കി ആണെങ്കിലും ഏത് ബ്രീഡ് ആണെങ്കിലും നമ്മൾ അതിനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് കടിക്കും, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന രീതി ശരിയല്ലെങ്കിൽ കടിക്കും. അല്ലെങ്കിൽ എല്ലാ ഡോഗ്സിനെയും ബാൻ ചെയ്യേണ്ടി വരും, നാടൻ പട്ടി ഉൾപ്പെടെ ബാൻ ചെയ്യേണ്ടി വരും. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല. ഇനി ഇങ്ങോട്ടുള്ളത് നമ്മുടെ ഷെപ്പേർഡ്സ് ആണ്. ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഷെപ്പേർഡ്സ് ഹസ്കീസ് ആണ് അല്ലേ? പക്ഷെ നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മുടെ കെനലിൽ ഓൺ ബ്രീഡിംഗിൽ വരുന്നത് ഷെപ്പേർഡും ഹസ്കിയും ആണ്. ഇപ്പം ഇതാണ് നേരത്തെ പറഞ്ഞ ലാബ് അല്ലേ? അതെ അതെ. ആളുടെ പേരെങ്ങനെ? നമുക്ക് ഒരു ലാബേ ഉള്ളൂ, ഒരു ഫീമെയിൽ ആണ്. അപ്പം നമ്മളിവിടെ ഇതിന് സരോസ്കി എന്നാണ്, സരോസ്കിയുടെ ലൈനേജിൽ വരുന്ന ബ്രീഡാണിത്. സരോസ്കിയുടെ ഡോട്ടർ ആണ്. നമ്മുടെ ഇവിടെ വിളിക്കുന്നത് ലോല എന്നാണ്. ലോല. ആ ലോല. ലോല ഹൃദയമായോണ്ടാ? പാവാണ്, ഭയങ്കര പാവാണ്, ഭയങ്കര സ്നേഹമാണ്. അത് പൊതുവേ ലാബ് എല്ലാം അങ്ങനെയാണല്ലോ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്, ഭയങ്കര സ്നേഹമാണ്. പിന്നെ ആള് കോമ്പാക്ട് ഫീമെയിൽ അല്ലേ? അതെ കോമ്പാക്ട് ഫീമെയിൽ ആണ്. ഇപ്പൊ ആളുടെ ലിറ്റർ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ 2 പേര് ഇനി അവൈലബിൾ ഉള്ളത്, ബാക്കി പോയി. 2 പേര്, 2 ഫീമെയിൽ ആണ്. 2 ഫീമെയിൽ. ബാക്കിയെല്ലാം മെയിൽ ആയിരുന്നോ പോയത്? ഒരു മെയിൽ ഉണ്ടായിരുന്നു, ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 4 പപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ പപ്പീസിന്റെ ഫാദർ ആരാ? ഗ്രീൻവിച്ച് ലൈനേജിൽ വരുന്നതാണ്. ഗ്രീൻവിച്ച് ആണ്, റഷ്യൻ ഇമ്പോർട്ട് ആണ്. ഫാദർ ലൈനേജ് വരുന്നത് റഷ്യൻ ഇമ്പോർട്ട് ഉണ്ട്. അതിന്റെ പപ്പീസ് ആണ് നമുക്കിപ്പോ ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. ഫാദറും പിന്നെ മദറിന്റെ കാര്യം പറയണ്ട. മദർ നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള കോമ്പാക്ട് ഫീമെയിൽ ആണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വീഡിയോയിൽ പപ്പീസിനെ കൂടെ നോക്കാം. 2 ഫീമെയിൽ ആണ് ഇപ്പൊ നിലവിലുള്ളത് അല്ലേ? 2 ഫീമെയിൽ. ഇപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ 2 പപ്പീസ് അല്ലേ? ഫീമെയിൽ ഡോഗ്സ്. അപ്പൊ ഇവർക്ക് എത്ര ദിവസമായി? ഇത് 60 ദിവസം കഴിഞ്ഞു. 60 ദിവസം കഴിഞ്ഞു. ആ ഒരു 60 ദിവസത്തിൽ തന്നെ നല്ല ക്വാളിറ്റിയും, ഒന്ന് പ്യൂർ വൈറ്റും ഒന്ന് ക്രീമി വൈറ്റും, ഒന്നൊരു ഹോഫ് വൈറ്റ് പോലത്തെ ഷെയ്ഡാ വരുന്നത്. 2 ഫീമെയിൽസ് ആണ്. ഫേസും നല്ല ആ ഒരു ലുക്കും ഉണ്ട് അല്ലേ? ആ ഒരു ലൈനേജ് അല്ലേ? ആ ഒരു രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവർ 2 സർട്ടിഫൈഡ് ഡോഗ്സ് ആണ്. അപ്പൊ ഈ ഒരു നല്ല കിഡ്ലൻ ക്വാളിറ്റി ഉള്ള ലാബിനെ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഞാൻ വീഡിയോയിൽ നമ്പർ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫീമെയിൽ ലാബ് പപ്പീസിനെയാണ് നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ നേരത്തെ കണ്ട ലാബ് പപ്പീസിനെയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഒരാൾ ഓഫ് വൈറ്റും അതേപോലെ ഒരാൾ പ്യൂർ വൈറ്റും ആണ് വരുന്നത്. അപ്പൊ ഇവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇവിടെ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട് അല്ലേ? ജർമ്മൻ ഷെപ്പേർഡിന്റെ ലിറ്റർ ആയി കിടപ്പുണ്ട്. 3 ദിവസം ആയതേ ഉള്ളൂ. നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ആ പപ്പീസ് കുറച്ചും കൂടെ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉള്ള എല്ലാ ജർമ്മൻ ഷെപ്പേർഡിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ആ ഒരു പപ്പീസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ടും പിന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു കിഡിലായിട്ടുള്ള ലാബ് ഫീമെയിൽ പപ്പീസിനെ വേണമെന്നുള്ളൊരു ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. താങ്ക് യു. ബൈ.